ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടാ ക്രീം ഓഫർ ഇട്ടതുകൊണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പുതിയതായിട്ടുള്ള ഒരുപാട് ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്, പുതുതായിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാര്യം അവർ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആ ഗ്ലൂട്ടാ ക്രീമിൻ്റെ വീഡിയോ മോർ ദാൻ 15 മിനിറ്റ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അത്രയും ലെങ്ത്തുള്ള വീഡിയോ കാണാൻ മടിയായതുകൊണ്ടായിരിക്കാം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് എങ്ങനെ കിട്ടും, എങ്ങനെ വാങ്ങും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം ഓഫറിലിട്ടിരിക്കുന്നത് കേട്ടോ. ഈ സെയിം പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ 30 മില്ലിഗ്രാം ആണുള്ളത്. ഈ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് ഈ സെയിം പാക്കേജ്, ഒരു മാറ്റവുമില്ല. ഈ സെയിം പാക്കേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നോക്കൂ, ഈ സെയിം പാക്കേജ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് കൈപ്പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജാണ് ഇടേണ്ടത്. അല്ലാതെ കോൾ ചെയ്താൽ കിട്ടില്ല. നോർമൽ യൂഷ്വൽ കോൾ ചെയ്താൽ കിട്ടില്ല, വാട്സപ്പ് കോൾ ചെയ്താൽ കിട്ടില്ല. കാര്യം ഒരുപാട് പേര് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കോൾ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്താൽ കിട്ടില്ല. വോയിസ് ക്ലിപ്സ് ഇട്ടാൽ ചിലപ്പോൾ റിപ്ലൈ തന്നെ കിട്ടിയെന്ന് വരില്ല. മെസ്സേജ് അയച്ചിടൂ. ജസ്റ്റ് നിങ്ങൾക്ക് വെൽക്കം നോട്ട് കിട്ടും. ആ വെൽക്കം നോട്ടിനകത്ത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത്, അതുപോലെ നിങ്ങളുടെ സ്ഥലം, ജില്ല, ഇത്രയും എഴുതി അയക്കണം. ഓക്കെ. പലരും പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കും. അങ്ങനെ ചെയ്താൽ റിപ്ലൈ കിട്ടില്ല. നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ടത് ഏത് പ്രോഡക്റ്റ്, ഇത് തന്നെ ആവണമെന്നില്ല കേട്ടോ. നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് വേറെയും ഉണ്ട്. അതിൽ ഏതാണ് പ്രോഡക്റ്റ് വേണ്ടത്, അത് നിങ്ങളുടെ സ്ഥലം, ജില്ല. ഇപ്പം ജില്ല ചില ട്രിവാൻഡ്രം എന്ന് മാത്രം പറയും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആറ്റിങ്ങലാണെങ്കിൽ ആറ്റിങ്ങൽ ട്രിവാൻഡ്രം, വർക്കല ട്രിവാൻഡ്രം, വേളി ട്രിവാൻഡ്രം, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പറയണം ട്രിവാൻഡ്രത്ത് എവിടെയാണെന്നുള്ളത് കേട്ടോ. അല്ല ഇനിയിപ്പം തൃശ്ശൂരാണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് സ്ഥലം തന്നെ പറയുക. അപ്പോൾ മതിലകം തൃശ്ശൂർ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ മണ്ണുത്തി തൃശ്ശൂർ, അങ്ങനെ സ്ഥലവും ജില്ലയും ചേർത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അല്ലാതെ എങ്ങനെ ഇരിക്കും, ലാഗ് ചെയ്ത് പോകും. ഒരുപാട് ടൈം സ്പെൻഡ് ആവും. നിങ്ങൾ ഒരുപാട് ലാഗ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഫേക്ക് ആണെന്ന് തോന്നും. പിന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാതാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ വെൽക്കം നോട്ടിൽ എഴുതിയിരിക്കുന്ന 2 കാര്യങ്ങൾ കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക. ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ പേര്. 2, നിങ്ങളുടെ സ്ഥലം, ജില്ല. ഓക്കെ, മസ്റ്റായിട്ട് അയച്ചു കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ വില കിട്ടും. എങ്ങനെ, ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത്. ഗൂഗിൾ പേ അല്ലെങ്കിൽ അതുപോലുള്ള UPI ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, വില കണ്ട് അഫോർഡബിൾ ആണെന്ന് തോന്നി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് കിട്ടും. പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് 7 കോളമുള്ള ഫോർമാറ്റാണ്. അതിനകത്ത് നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് കോൺടാക്ട് നമ്പർ ആൻഡ് ഗൂഗിൾ പേ നമ്പറും കൂടെ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ പലരും ചോദിക്കും, എന്തിനാ എൻ്റെ ഗൂഗിൾ പേ നമ്പർ എന്തിനാ നിങ്ങൾക്ക് എന്നുടനെ ചോദ്യം വരും. ഇപ്പോൾ ഇവിടുത്തെ ഗൂഗിൾ പേ നമ്പർ തന്നാലേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ തന്നാലേ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യാനും ഒക്കത്തുള്ളൂ. കാര്യം ഇപ്പോൾ ഒരു പേരിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്മിത എന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ സ്മിത എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കകത്തുള്ള അത്രയും സ്മിതമാർ, അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് അത്രയും സ്മിതമാർ വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ തരുവാണെങ്കിൽ ഞങ്ങൾക്കത് വെരിഫൈ ചെയ്യാൻ ഈസിയാണ്. ഒരാളുടെ ഫോൺ നമ്പർ വെച്ചിട്ടൊന്നും നമുക്ക് ഗൂഗിൾ പേയിൽ ഒരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല. UPI വെച്ചിട്ടാണെങ്കിൽ പിന്നെയും നടത്താമെന്ന് വിചാരിക്കാം. പക്ഷെ നമ്പർ വെച്ചിട്ട് നമുക്കൊരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല. നമ്പർ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പം ഞാൻ തരുന്ന പേയ്മെൻറ്റ് നമ്പറിൽ നിന്ന് എന്തോരം കാശ് പോകണം? നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ നമ്പർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ നമുക്ക് ഒരു തട്ടിപ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നല്ലേ ആദ്യം കാശ് വേണ്ടത്. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്തിനാണ് നമ്പർ? ഇപ്പോൾ നമ്മളൊരു അറ്റ്ലീസ്റ്റ് നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനം മേടിച്ചാൽ പോലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അവരോട് നമ്പർ ചോദിക്കും. ചേട്ടാ ഏത് നമ്പറിലോട്ടാണ് ചെയ്യേണ്ടത്? ചില കടക്കാർ പിന്നെ QR ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. ചില ആളുകൾ വെക്കാറില്ല. ചില ആളുകൾ ക്യാഷ് മാത്രം പ്രിഫർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ പറയും, ഇല്ല ക്യാഷ് ഇല്ല ചേട്ടാ, ഞങ്ങൾക്ക് QR തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് എൻ്റെ നമ്പർ ഇത് അതിൽ ചെയ്തോ എന്ന് പറഞ്ഞാൽ അയാൾ നമ്പർ പറഞ്ഞു തരും. അപ്പം അതിനാണ് നമ്പർ ചോദിക്കുന്നത്. നമ്മൾ ആ നമ്പറിലോട്ടെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അയാൾ നോക്കിയിട്ട് നിങ്ങളുടെ നമ്പർ ഇന്നതാണോ നമ്മളോട് ചോദിക്കും അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ വെരിഫൈ ചെയ്യാനാണ് നിങ്ങളുടെ നമ്പർ ചോദിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ നമ്പർ തന്നെ അയച്ചു തരണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പെയ്ഡ് എന്നുള്ള റെസിപ്റ്റ് ഒരു കാരണവശാലും അയക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇതുപോലെ നിങ്ങൾക്ക് ഇത് വരും, റെസിപ്റ്റ് കിട്ടും. ഈ റെസിപ്റ്റ് തന്നെ നിങ്ങൾ അയക്കണം കേട്ടോ. ഇതുപോലെ കിട്ടുന്ന ഈ റെസിപ്റ്റ് തന്നെ നിങ്ങൾ അയക്കണം. അല്ലാതെ നിങ്ങൾ പെയ്ഡ് എന്ന് മാത്രം വെച്ചിട്ട് ഇങ്ങോട്ട് അയക്കരുത് ഒരു കാരണവശാലും. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ഡേറ്റ്, ടൈം, ട്രാൻസാക്ഷൻ നമ്പർ, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള റെസിപ്റ്റ് കിട്ടും. അത് തന്നെ വേണം നമുക്ക് അയച്ചു തരാനായിട്ട്. മനസ്സിലായോ? എന്നാലേ ഞങ്ങൾക്കത് വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ,
ഈ എമൗണ്ട് മാത്രം ഇങ്ങോട്ട് അയച്ചു തരും. ഈ എമൗണ്ട് മാത്രം വെച്ചിട്ട് എനിക്ക് ഇത് വെരിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് നല്ല ബ്രഹ്മാവിന് പോലും പറ്റില്ല ഇത് ആരാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പെയ്ഡ് എന്നുള്ള റെസിപ്റ്റ് അയക്കാതിരിക്കുക. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പെയ്ഡ് എന്നുള്ള റെസിപ്റ്റ് അയക്കാതിരിക്കുക. പകരം നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ച ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്റ്റ് തന്നെ അയക്കുക. മനസ്സിലായോ? ചിലർ എത്ര പറഞ്ഞാലും തരില്ല. അപ്പോൾ അതിനാണ് നമ്മൾ നമ്പർ മേടിക്കുന്നത്. നമ്പർ നമുക്ക് വെരിഫൈ ചെയ്യാം, വളരെ ഈസിയാണ്. വിതിൻ സെക്കൻഡ്സ് നമുക്ക് നോക്കാനും പറ്റും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ബുക്കിംഗ് കൺഫർമേഷനും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ മേടിക്കുന്നത്. ഇപ്പം കുറച്ച് ആൻറ്റിമാർ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത കുറച്ച് ആൻറ്റിമാർ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാര്യം കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയേണ്ടി വരുന്നത്. എന്തിനാ നമ്പർ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കിടന്ന് ബഹളം വെച്ച് അവസാനം നമുക്ക് അവരൊരു തരത്തിലും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓർഡർ ക്യാൻസൽ ചെയ്യുമ്പോഴാണ് ഈ പൊടികളുടെ ബഹളം, പൊടികൾ വാരി ബഹളം, നീ പോടി ഞാൻ പോടി നീ വാടി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നെയാണ് ഒരു തുണിയുടെ ബിസിനസ്, ക്ലോതിങ് ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡിയെ തട്ടിച്ചത്. ഇതുപോലെ പെയ്ഡ് എന്നുള്ള റെസീറ്റ് അയച്ചു കൊടുത്തതാണ്. 24,000 50,000 എന്തോ അയച്ചു കൊടുത്തിട്ട് ആ ലേഡിയുടെ കയ്യിൽ നിന്ന് അയ്യോ എമൗണ്ട് കൂടിപ്പോയി എന്ന് പറഞ്ഞ് റിട്ടേൺ വാങ്ങിച്ച് തട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അത്രയും തിരക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെയ്ഡ്, ശരി അവർ പേയ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ അവർ 500 രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് എടുക്കുന്നതെങ്കിൽ 5,000 രൂപ ഇട്ടുപോയി. അയ്യോ 5,000 രൂപ ഇട്ടല്ലോ എന്ന് ഓർത്തിട്ട് അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അയ്യോ ഞാൻ 500 രൂപയ്ക്ക് പകരം 5,000 രൂപയാണ് ഇട്ടത്, നിങ്ങൾ എൻ്റെ ബാക്കി പൈസ ഇങ്ങോട്ട് തിരിച്ചിട്ട് തരൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ ലേഡി നോക്കിയപ്പോൾ 5,000 പെയ്ഡ് എന്ന് കാണുന്നുണ്ട്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബാക്കി ഈ എമൗണ്ട് കറക്റ്റ് അല്ല കേട്ടോ, വലിയ എമൗണ്ടാണ്. ഈ ബാക്കി എമൗണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4,500 രൂപ തിരിച്ചിട്ട് കൊടുത്തു. പിന്നീട് ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഈ എമൗണ്ട് 5,000 അക്കൗണ്ടിൽ വന്നിട്ടേ ഇല്ല, അതൊരു എഡിറ്റഡ് സ്ക്രീൻഷോട്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് കറക്റ്റ് ആയിട്ടുള്ള റെസിപ്റ്റ് തന്നെ തരണം എന്ന് പറയുന്നത്. പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഞാനല്ലേ തന്നത്, ഞാനത് തന്നല്ലോ പിന്നെ എന്താണെന്ന് പറഞ്ഞ് ബഹളമാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഞാൻ സൈറ്റിലോട്ട് മാറുകയാണ്. എനിക്ക് ഇനിയും ടോർച്ചർ സഹിക്കാൻ പറ്റില്ല ഒരു തരത്തിലും. കാര്യം നമുക്കിത് എക്സ്പീരിയൻസ് ഉള്ളതാണ് മുന്നേ. ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും സംയമനം പാലിക്കുന്നത്. എന്നാലും പൊടികൾ പിന്നെ തെറിവിളികളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് പൊടിയെന്ന് വിളിച്ചാൽ പോലും എനിക്ക് ഇൻസൾട്ടിങ് ആണ്. എനിക്ക് അങ്ങനെ വിളിച്ച് ശീലിച്ചവരായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളവരെ. അപ്പോൾ അത് വീട്ടിലുള്ളവരെ വിളിച്ച് ശീലിച്ചത് നാട്ടിലുള്ളവരെ വിളിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെൽക്കം നോട്ട് വരും. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ആവശ്യം, നിങ്ങളുടെ സ്ഥലം, ജില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ വില കിട്ടും. ഗൂഗിൾ പേ ചെയ്യേണ്ട ഡീറ്റെയിൽസ് കിട്ടും. ഗൂഗിൾ പേ ചെയ്യേണ്ട ഡീറ്റെയിൽസ് 1 മുതൽ 7 വരെയുള്ള കോളം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് അയക്കണം. അതിലേതെങ്കിലും ഒരു കോളം മിസ്സായാൽ പോലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള നമ്പർ കിട്ടില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അവർ തരുന്ന നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതേ നമ്പറിലോട്ട് തന്നെ, അതായത് നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 400 എൻഡ് ചെയ്യുന്ന അതേ നമ്പറിലോട്ട് ഈ റെസിപ്റ്റ് അയച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ തരും. പ്രോപ്പർ ആയിട്ടുള്ള റെസിപ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ സ്ക്രീൻഷോട്ടിൽ, ആ റെസിപ്റ്റ് തന്നെ അയച്ചു കൊടുക്കണം. പെയ്ഡ് എന്നുള്ള നോട്ടിഫിക്കേഷൻ അയച്ചു കൊടുക്കരുത്. പെയ്ഡ് എന്നുള്ള നോട്ടിഫിക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടത്തില്ല. നിങ്ങൾ എപ്പോഴാണോ ശരിയായ റെസിപ്റ്റ് അയച്ചു കൊടുക്കുന്നത് അതുവരെ നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടത്തില്ല. ശരിയായ റെസിപ്റ്റ് അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. എപ്പോഴാണോ നിങ്ങൾ ശരിയായ റെസിപ്റ്റ് അയച്ചു കൊടുക്കുന്നത്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ ആണ് നിങ്ങൾ ബുക്കിംഗ് റെസിപ്റ്റ് കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് റെസിപ്റ്റ് അയച്ചു കൊടുക്കുന്നത് എങ്കിൽ അന്നാണ് നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടുന്നത്. അന്ന് മുതലുള്ള ഡെലിവറി പീരീഡാണ് കാൽക്കുലേറ്റും ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് ആ നമ്പറിൽ കോൾ ചെയ്യാതിരിക്കുക. കോൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് മെസ്സേജ് ഇടാൻ ഡിസ്റ്റർബൻസ് ആവും. ദയവായി ആ നമ്പറിൽ വോയിസ് ക്ലിപ്സും ഇടാതിരിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പിന്നെ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചല്ലോ. ഇപ്പോൾ ഗ്ലൂട്ടയുടെ കേസ് ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഗ്ലൂട്ടയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സെയിം പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് തന്നെ കിട്ടും കേട്ടോ. ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനത്തെ എത്ര പാക്കേജ് വേണമെങ്കിലും ഒരാൾക്ക് ബുക്ക് ചെയ്യാം. ഒന്ന് തന്നെയല്ല, എത്ര വേണം. ഇപ്പോൾ 10, 15, 20 ഇന്നലെ ഒരാൾ 72 എണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ബ്യൂട്ടി പാർലർ വല്ലതും ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കടയുള്ളവരായിരിക്കാം. റീസെല്ല് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ, റീസെല്ലിന് കൊടുക്കുന്നില്ല. അത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെല്ലിനല്ല, അബ്രോഡ് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് 1 kg ആയിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ 500 1/2 കിലോ അങ്ങനെ എടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, എനിക്ക് എല്ലാ പാക്കേജും ഒരുമിച്ച് പൊട്ടിക്കേണ്ട, ആവശ്യത്തിന് പൊട്ടിച്ചാൽ മതി എന്നുള്ള ധാരണ കൊണ്ടാണെന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്, അതിന് സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തത്. അത്രയും പാക്കേജൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു.
ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ബൾക്കായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും കേട്ടോ, നിങ്ങൾക്ക് ഇത് എന്തിനാണെന്നുള്ളത് ചോദിക്കും. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക. പിന്നെ തെറി വിളിക്കുന്നവരുടെയും തെറി എഴുതിയിടുന്നവരുടെയും അതുപോലെ തന്നെ നമ്മളെ ഹരാസ് ചെയ്യുന്നവരുടെയും ടോർച്ചർ ചെയ്യുന്നവരുടെയൊക്കെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം കൊടുത്ത പോലെ തന്നെ കൊടുക്കും. അവർ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് എനിക്ക് ത്രട്ടണിങ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നല്ല, ഇപ്പം ഒരു പെങ്കൊച്ചാണത്. ഒരു പെങ്കൊച്ച് നമ്മളെ തെറി വിളിച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തപ്പോൾ അവൾ ചെയ്ത പണി അവളുമായിട്ട് ബന്ധമുള്ള ആൺപിള്ളേർക്കൊക്കെ, അതാണ് എനിക്ക് അരിശം വന്നത്. അത്രയും ചെറിയൊരു പെൺകൊച്ചി അവളുടെ സകലകണ്ട ബോയ് ഫ്രണ്ട്സിനും ഈ നമ്പർ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യിക്കുക. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളത് പോസ്റ്റ് ചെയ്തത്. അറ്റാക്ക് എനിക്ക് തോന്നി ഇത് നിർത്താനുള്ള ഉദ്ദേശമില്ല. കാര്യം അവൾക്ക് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ടല്ലോ ചിലപ്പോൾ അവൾക്കൊരു 19 ബോയ് ഫ്രണ്ട്സ് കാണുമായിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണുമായിരിക്കും. അപ്പം അത്രയും പേരെ കൊണ്ട് അവൾ മെസ്സേജ് ഇട്ടിട്ട് ചൊറിയിപ്പിക്കാൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്നാണ് ആ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ക്രൂഷ്യലാക്കിയാൽ ഇവിടെയും ക്രൂഷ്യലാവും. അത്രയേ ഉള്ളൂ.